കാണുമ്പോൾ ഈസിയായി തോന്നാമെങ്കിലും ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ആസനമാണ് പാദഹസ്താസനം. നമസ്കാരം, ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടാതെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനാസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പാദഹസ്താസനം പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ പാദങ്ങളെ കൈകൾ ഉപയോഗിച്ച് തൊടുന്ന രീതിയിലാണ് പാദഹസ്താസനം പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് പാദഹസ്താസനം എന്ന് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഹെഡ് മാക്സിമം ഡൗൺവേർഡായി കിടക്കുന്നത് കൊണ്ട് തന്നെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നന്നായി കൂട്ടുന്നു. കൂടാതെ ലെഗ് മസിൽസ്, ബാക്ക് മസിൽസ് എല്ലാം നന്നായി സ്ട്രെങ്തൻ ആകുന്നതോടുകൂടി കാൽമുട്ട് വേദന, ബാക്ക് പെയിൻ എന്നിവയ്ക്ക് നല്ല ഒരു പരിഹാരമാണ് പാദഹസ്താസനം. കൂടാതെ വയറിലുള്ള എക്സ്ട്രാ ഫാറ്റ് നന്നായി കുറയ്ക്കുന്നത് കാരണം പൊണ്ണത്തടി, അതായത് അമിതവണ്ണം നന്നായി കുറയുന്നതിനും അബ്ഡോമിനൽ മസിൽസ്, ഇൻറ്റേർണൽ ഓർഗൻസ് നന്നായി വർക്ക് ചെയ്യുന്നതിനും പാദഹസ്താസനം സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഉപകാരപ്രദമായ പാദഹസ്താസനം പരിചയപ്പെടാം. നമുക്ക് പാദഹസ്താസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി കാലുകൾ നന്നായി ചേർത്ത് വയ്ക്കാം. ശരീരം നന്നായി നിവർന്ന് നിൽക്കട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് എടുക്കാം. ഇൻഹേൽ. കൈവിരലുകളിലേക്ക് നോക്കാം. ഹിപ്പിനെ മാക്സിമം പുഷ് ചെയ്ത് കൊടുക്കാം. ആൻഡ് എക്സേൽ. ശ്വാസം പുറത്തേക്ക് വിടാം. കൈകളിലേക്ക് നോക്കാം. ഹിപ്പിനെ മാക്സിമം ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. കൈകളിലേക്ക് നോക്കാം. ഹെഡിനെ ഫ്രീ ആയി ഡൗൺ ചെയ്ത് കൊടുക്കാം. നെക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കട്ടെ. കൈകൾ പാദങ്ങളുടെ ഇരുവശങ്ങളിലേക്കും ചേർത്ത് വയ്ക്കാം. സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരാം. ശ്വാസം നന്നായി പുറത്തേക്ക് വിട്ടുകൊണ്ട് സൈഡിലൂടെ കൈകൾ താഴേക്ക്. ഇത് പൂർണ്ണ രീതിയിലുള്ള പാദഹസ്താസനമാണ്. ഈ റേഞ്ചിൽ ചെയ്യാൻ കഴിയാത്തവർ തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്യാം. ഇതുപോലെ ചെറിയ രീതിയിൽ ഹിപ്പിനെ പുഷ് ചെയ്ത് കൊടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളിലേക്ക് നോക്കാം. ഹിപ്പ് നന്നായി ബാക്കിലേക്ക് കൊണ്ടുപോവാം. കാൽമുട്ട് മടക്കാതെ എത്രയാണോ പറ്റുന്നത് അത്രമാത്രം കുനിയാം. ഷോൾഡർ രണ്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആയി തളർത്തിയിടാം. നെക്കും ഹെഡും തളർത്തി ഫ്രീലി ഒടിച്ചിടാം. നോർമൽ ശ്വാസോച്ഛ്വാസം. Then inhale up and exhale. Relax. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ പാദഹസ്താസനം കാണുമ്പോൾ ഈസിയായി തോന്നാമെങ്കിലും ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ആസനമാണ് പാദഹസ്താസനം. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ച പോലെ വളരെ ചെറിയ രീതിയിൽ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് പാദഹസ്താസനം ചെയ്ത് അതിൻ്റെ പൂർണ്ണ റേഞ്ചിൽ എത്താവുന്നതാണ്. പൂർണ്ണമായ പാദഹസ്താസനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈൻ വളരെയധികം ഫ്ലെക്സിബിൾ ആവുന്നതോടുകൂടി ദിവസം മുഴുവൻ രാവിലെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ പാദഹസ്താസനം ചെയ്തു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ ഒരു പ്രത്യേക ഉന്മേഷവും പ്രത്യേക ഉണർവും നമുക്ക് ഉണ്ടാവുന്നു. ഇത്രയും ഉപകാരമുള്ള പാദഹസ്താസനം എല്ലാവരും തീർച്ചയായും പ്രാക്ടീസ് ചെയ്യണം. പുതിയ ഒരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.